വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് കോൾസ്, മെസ്സേജ്, യൂട്യൂബിലാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരുപാട് കാര്യങ്ങളാണ് കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള റെസ്പോൺസ്. എല്ലാവരും പറയുന്നത് വളരെ ടഫസ്റ്റ് പേപ്പർ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ KFC അസിസ്റ്റന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വല്ലാണ്ട് പ്രോബ്ലംസിന്റെ എണ്ണം കൂടി. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 60 ഒക്കെ വരാനുള്ള വല്ല സാധ്യതയുണ്ടോ? ദെൻ 2022 ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കട്ട് ഓഫ് ഉയരുമോ കുറയുമോ, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തെറ്റെന്താണ്? ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പെട്ടുപോയി. ഞാൻ എൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസിലും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സിലും ലൈവിലും ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു. അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. എന്താണ് നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളിൽ പലരും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കേട്ടിട്ടാണ് ആക്ച്വലി എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഈ രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു റേഞ്ച് കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആ ഒരു കട്ട് ഓഫ് പറയാൻ തന്നെ കാരണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇനി വരാൻ പോകുന്ന MCOM ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, MCOM വിത്ത് നെറ്റ് ഉള്ളവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ്, ഇതിൻ്റെ ഒക്കെ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും കട്ട് ഓഫ് 60 ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രത്തോളം ഡിഫിക്കൽട്ട് പേപ്പറാണ്. ഈ 90 മിനിറ്റ്സ് കൊണ്ടൊന്നും ഇത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ശരിയാണ്, 90 മിനിറ്റ്സ് കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസിലും എക്സാമിനേഷൻ ടിപ്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് യൂണിവേഴ്സിറ്റി എക്സാം അല്ല. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം ജോലിക്ക് ആൾക്കാരെടുക്കല, എലിമിനേഷനാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുക, പരമാവധി ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യലാണ് എയിം. അല്ലാണ്ട് നല്ല ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ആൻസർ ചെയ്ത് പോരാ, ഇതല്ല എയിം. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. നമ്പർ 1. ദെൻ നിങ്ങളെല്ലാവരും പെട്ടുപോയത് ഒരൊറ്റ കാര്യത്തിലാണ്. ഞാൻ നിർബന്ധമായും നിങ്ങളുടെ അടുത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞതും ആരും, അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ, നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ കുറേ പേര് ഫോളോ ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി ആൾക്കാർ ആ ഒരു ഇതിൽ വീണുപോയി എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറിലെ അതേ ഓർഡറിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് 2 പാർട്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങും FM ആണ്. ഈ 2 പാർട്ടാണ് നിങ്ങളെ പെടുത്തിയത്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ 2 പാർട്ടിലാണ്. അപ്പോൾ ഈ ഓർഡറിൽ ഫസ്റ്റ് ഈ അക്കൗണ്ടിങ് കാണുമ്പോൾ എല്ലാവരും അത് തന്നെ ചെയ്യാണ്. ഈ ഓർഡറിൽ ആര് ചെയ്തു പോന്നിട്ടുണ്ടോ അവരൊക്കെ പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നല്ല പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ ഡിറക്റ്റ് ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളിലോട്ട് ഫസ്റ്റ് ഫോക്കസ് കൊടുക്കുക. അതിനുശേഷം പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് അറിയുന്നതാണെങ്കിലും, പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും, ബട്ട് ടൈം കൺസ്യൂമിംഗ് ആണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താ, വായിച്ച് നമുക്ക് നോക്കിയാൽ ആൻസർ കിട്ടും, ടൈം കൺസ്യൂമിംഗ് ആണ്. ഇവിടെ സമയമില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ ആ റൂട്ടിൽ അല്ലേ ട്രാക്കിലോട്ട് കയറി വരണം. ഇതിനൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, സബ്ജക്ട് നോളജ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഇവിടെ കളി വേറെയാണ് മക്കളെന്ന് അല്ലേ. ഞാൻ പല വീഡിയോസിലും ലാസ്റ്റ് ഒരു 7 ദിവസം തന്നെയായിരുന്നു പറയേണ്ടായിരുന്നേ. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റിനെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സബ്ജക്ട് നോളജ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അറിയാത്തതായിട്ടൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ബട്ട് ആ 90 മിനിറ്റ്സിൽ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതാണ് ഇവിടെ മെയിൻ ഘടകം. അത് നിങ്ങളെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പേപ്പറിൽ അവരിടും. അപ്പോൾ നമ്മുടെ എന്ന് പറയണത്, ഞാൻ പറഞ്ഞു, അറിയുന്നത് മാത്രം കുത്തിപ്പോരല്ല. നമ്പർ 1 പറഞ്ഞിട്ടായിരുന്നു, പേപ്പർ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു ആവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതും അല്ലേ,
ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന. ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണെങ്കിൽ വരുന്ന മാറ്റം എന്താണെന്ന് കാണിച്ചു തരാം. നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള പല കുട്ടികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല കുട്ടികളും നമ്മുടെ അതേ പാറ്റേൺ വെച്ചിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞ ഈ ഒരു റേഞ്ചിലേക്ക് മാർക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ ആകുമ്പോൾ വ്യത്യാസം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 100 ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഫസ്റ്റ് 2 പാർട്ടാണ് ഏറ്റവും പാട്, അക്കൗണ്ടിങ്ങും എഫും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡിറക്റ്റ് ചോദ്യങ്ങൾ വെച്ചിട്ടാണെന്ന് നോക്കുക. അപ്പോൾ ഡിറക്റ്റ് ചോദ്യങ്ങളുടെ എണ്ണവും ആ ചോദ്യങ്ങളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാ. ഫസ്റ്റ് 2 പാർട്ടും തൊടുന്നില്ല. ഞാൻ പറഞ്ഞു തിയറി പോർഷൻസ് എന്ന് പറയുന്നത് മിക്കതും ഈസിയസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഉള്ള പല കുട്ടികളും അവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നേരെ മാനേജ്മെന്റ് വെച്ചിട്ടാണ്. മാനേജ്മെന്റ് പ്രത്യേകം എന്താ, ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അവിടെ കോൺഫിഡൻസ് കിട്ടിയെന്നുള്ള. നേരെ ക്വസ്റ്റ്യൻ നമ്പർ 31 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കട്ടോ അവിടെ വരാൻ പോകുന്ന വ്യത്യാസം. നേരെ മറിച്ച് നിങ്ങൾ അക്കൗണ്ടിങ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം സമയം ഇവിടെ പോയിട്ടുണ്ടെന്നുള്ളത്. നേരെ മറിച്ച് മാനേജ്മെന്റ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിലോ ഡിറക്റ്റ് ചോദ്യങ്ങളാണ്, ക്വിക്കായിട്ട് അല്ലേ. ലേസി സ്പെയർ വരുന്നു, പ്രോഗ്രാം വരുന്നു, ഒക്കെ ഡിറക്റ്റ് ചോദ്യങ്ങളാണ്. സെക്കൻഡ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മാനേജ്മെന്റിലത്തെ എല്ലാ ചോദ്യങ്ങളും വളരെ ഈസി ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ അവിടെ പിടിച്ചു. അതിനുശേഷം എക്കണോമിക്സും എളുപ്പം ചോദ്യങ്ങളായിരുന്നു, ഡിറക്റ്റ് ചോദ്യങ്ങളാ 20. 1 or 2 കയ്യിൽ നിന്ന് പോയാലും അത് വിട്. പക്ഷെ ഇതിൽ ഫുൾ അടിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. അത്യാവശ്യം പഠിച്ചിട്ടുള്ള കുട്ടികളുടെ കേസാണ് ഞാൻ പറയണത്. കണ്ടോ, ഇവിടെയും ഡിറക്റ്റ് ചോദ്യങ്ങളാ. അപ്പൊ എക്കണോമിക്സും മാനേജ്മെന്റും ഫുള്ള് ഡിറക്റ്റ് ചോദ്യങ്ങളാണ്. ഈ 20 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ശരിക്കും അധികം സമയം വേണ്ട. ഓക്കെ, അപ്പോൾ ടോട്ടൽ 100 ചോദ്യങ്ങളിൽ 20 ഇപ്പൊ തന്നെ എളുപ്പം ചോദ്യങ്ങളാണ്. അതിനുശേഷം വരുന്നത് മൂന്നാമത്തെ, അതും മിക്സ് ഒരു പാറ്റേൺ ആണ് വന്നിട്ടുണ്ടായിരുന്നത് 51 മുതൽ. അതിലൊരു 5 ഡിറക്റ്റ് ആണ്, കമ്പനിയുടെ റിലേറ്റീവ് കണ്ടോ, കമ്പനി ഇതൊക്കെ ഡിറക്റ്റ് ആണ് വന്നിട്ടുള്ള ഒരു 5. അതിനുശേഷത്തെ ഇതും ഡിറക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ള ഒരു ഈ ചോദ്യങ്ങൾ മുതലാണ് കുറച്ച് റീഡ് ചെയ്യാനുള്ള 4-5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 20ഉം 25 ചോദ്യങ്ങൾ ഏകദേശം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞെങ്കിൽ 30 പിടിക്കാം. വലിയ കുഴപ്പമില്ലാത്ത 3 പാർട്ട് 3 മൊഡ്യൂളുണ്ട് കേട്ടോ. 31 മുതൽ ഈ ചോദ്യങ്ങൾ. അതിനുശേഷമുള്ള ഏരിയ എന്ന് പറയണത് 60 സംതിങ് അടുത്ത മൊഡ്യൂളിൻ്റെയും ഡിറക്റ്റ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഡിറക്റ്റ് ചോദ്യങ്ങളുടെ എല്ലാ കളിയാ, അധികം ബുദ്ധിമുട്ടില്ല. ആരാണോ ഈ ഓർഡറിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 1 മിനിറ്റ് ഒന്ന് നോക്കാൻ ഏത് പാർട്ടിലാണ് എങ്ങനെയാണ് ചോദ്യങ്ങൾ. 1 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് കളിക്കാൻ തുടങ്ങുക. അപ്പോ നോക്കിയേ 31 മുതൽ അല്ലെങ്കിൽ 31 മുതൽ 4 മൊഡ്യൂള് ഒരു 70 ക്വസ്റ്റ്യൻസ് എന്ന് പറയണത് നല്ല ക്വസ്റ്റ്യൻസാ. അപ്പൊ അവിടെ 40 മാർക്കിന്റെ ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് അതിൽ 1-2 പോണെങ്കിൽ പോട്ടെ, എന്നാലും അവിടെ മാർക്കായി. ഓക്കെ, ഇനി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, 100 എണ്ണത്തിൽ 40 നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. 35 അല്ലേ ബാക്കി പെർസെൻറ്റേജ് എന്ന് പറയണത് ഡിഫിക്കൽട്ട്, പിന്നെ സ്റ്റേറ്റ്മെന്റ്. ഇതന്നെ പാറ്റേൺ ഇട്ടിട്ടുള്ള നിങ്ങൾ ഈ ഓർഡറിൽ ചെയ്തതാണ് നിങ്ങളെ കെണിയിലാക്കിയിട്ടുള്ള. നിങ്ങൾ തന്നെ നോക്കി നോക്കട്ടെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്ക്. ദെൻ ഇനി വരാൻ പോകുന്നത് മീഡിയം ടൈപ്പാ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു എഡ്ജ് കിട്ടി ഇത് ചെയ്തിട്ടുള്ള ആൾക്കാര്. ഇനി നിങ്ങൾ ബാലൻസ് ഉള്ളതില് വായിച്ച് മനസ്സിലാക്കി അറിയുന്നത് മാത്രം കുത്തിപ്പോവുക, അതാണ് നമ്മുടെ എയിം. ഇപ്പോ ഒരു കുട്ടി ആദ്യത്തെ 2 മൊഡ്യൂള് അക്കൗണ്ടിങ്ങും എഫും ചെയ്തില്ലെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാ? 80 ചോദ്യങ്ങൾ അവിടെ തന്നെ അവൻ ആൻസർ ചെയ്തു. ആദ്യത്തെ 2 മൊഡ്യൂള് സ്കിപ്പ് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഫിഡൻസ് ഉള്ള ഒരു 80 ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വരുന്നത്. 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യലല്ല നമ്മുടെ എയിം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എക്സാമുകളിൽ കാലുകുത്താൻ. അതിനായിട്ട് മുമ്പ് നിങ്ങൾ ഒരു തലയിൽ ഒരു ഐഡിയ വെച്ചിട്ട് വേണം പോവാൻ.
നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതണ പോലെ കേരള PSC എക്സാമിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമില്ല. ഇതെങ്കിലും ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആയെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലാണ്ട് പേപ്പറിന്റെ പ്രശ്നമല്ല. ഇനി നോക്കിയേ, ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇനി മീഡിയം. അപ്പോൾ ഈസിയസ്റ്റ് പാർട്ട് 40 ചോദ്യങ്ങളുടെ വന്നു. ഇനി വരുന്നത് ടാക്സ് ആണ്. ടാക്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന് മീഡിയത്തിൽ പെടുത്താം. കണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. വല്ലാണ്ട് ബുദ്ധിമുട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. വായിച്ച് ടൈം കൺസ്യൂമിങ് അത്യാവശ്യം ചെറുതായിട്ടുണ്ട്. കാരണം റേഞ്ച് ചെറുതായിട്ട് എന്ത് വന്നു, ഈ 40ന്റെ റേഞ്ച് അല്ല, കുറച്ചും കൂടി കയറി വന്നു. എന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. സമയം കുറച്ച് അവിടെ എടുക്കും. അതാണ് വരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ വരുന്നത്, ടാക്സിന്റെ പാർട്ടിൽ വരുന്നത് 10 ചോദ്യങ്ങൾ. അതിനുശേഷം നെക്സ്റ്റ് 81 മുതൽ മാർക്കറ്റിംഗ് വരുന്നു. മാർക്കറ്റിംഗിലും സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. വായിച്ച് ആൻസർ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു പാർട്ട്. ദെൻ ലാസ്റ്റ് ഓഡിറ്റിംഗ്. കണ്ടോ, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ബേസാണ്. അപ്പോൾ 3 മൊഡ്യൂൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ആണ് വന്നിട്ടുള്ളത്. 4 മൊഡ്യൂൾ ഡിറക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 4 മൊഡ്യൂൾ 40 മാർക്കിന്റെ ഡിറക്റ്റ് ആണ് വന്നിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്തത്. 3 മൊഡ്യൂൾ 30 മാർക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ബേസ്. 30 മാർക്കിന്റെ പിന്നെ വന്നിട്ടുള്ളത് അത്യാവശ്യം ടഫസ്റ്റ് ആണ്. അതിൽ കോസ്റ്റ് പിന്നെയും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ അതിനെ നമുക്ക് മീഡിയത്തിൽ പെടുത്താം. അത് ഈ സെപ്പറേറ്റ് ഞാൻ കോസ്റ്റിനെ വെക്കുകയാണ്. അതിൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റിനെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കോസ്റ്റ്. അപ്പോൾ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതില് നല്ല രീതിയിൽ ടാക്ടിക് അപ്ലൈ ചെയ്തുള്ളൊരു കുട്ടിയുടെ ഡിറക്റ്റ് ചോദ്യങ്ങളാണ് ആദ്യം 40 എണ്ണം വരുന്നതെങ്കിൽ അതിൽ ഡിറക്റ്റ് അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക, അറിയുന്നത് മാത്രം. അതിന് ശേഷം നമുക്ക് ഈ കോസ്റ്റിനെ വേണമെങ്കിൽ അവരവിടെ നിർത്തിയിരിക്കുകയാണ്. പ്രോബ്ലം അവിടെ 3 എണ്ണം അവിടെ നിർത്തി. ഞാൻ പറഞ്ഞ പോലെയാണ് നമ്മുടെ അവിടെയുള്ള കുട്ടികൾ ചെയ്തിട്ടുള്ളത്. അവർ ഫോളോ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഡിറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളതിന് അത്യാവശ്യം ടൈം അവിടെ വന്നു. അതിലറിയുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, മുഴുവനൊന്നും ചെയ്തിട്ടില്ല. സോ ഈ പറയുന്ന 30 എണ്ണത്തില് നമുക്കൊരു 20 എണ്ണം പിടിച്ചു നിൽക്കുക. 20 എണ്ണം. അപ്പൊ തന്നെ 40 + 20 60 കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 70 അപ്പൊ തന്നെ അത്യാവശ്യം സമയം അവിടെ ആയി എന്നുള്ളതാണ്. പിന്നെ ഈ രൂപത്തില് അറിയുന്നത് മാത്രമേ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു അപ്രോച്ചാണ് മെജോറിറ്റി കുട്ടികള് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചാണ് നിങ്ങൾ ഫോളോ ചെയ്യണ്ടേ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സമയം ഉണ്ടായിരിക്കും, നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുണ്ടായിരിക്കും. ഇത് നിങ്ങൾ കെണിയിൽ വീണു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ 40 + 20 ഇതിൽ മുഴുവൻ ചെയ്യാണ്ട് 60, ദെൻ എന്താണ് 70 ഇതിലറിയുന്നത്. അങ്ങനെ ഒരു 70-75 ചോദ്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ടും അങ്ങനെ അല്ലാണ്ട് ഈ പറയുന്ന ഓർഡറിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ വീണു പോയിട്ടുണ്ട്. മെജോറിറ്റി ഓർഡറിലാണ് ചെയ്തു പോയിട്ടുള്ളത്. അപ്പൊ ഇതല്ലാത്ത കുട്ടികൾക്ക് എന്തുണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 60 മാർക്ക് കിട്ടാൻ ഒന്ന് വിചാരിച്ചാൽ പറ്റണല്ലേ. ഡിറക്റ്റ് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഒരു ശരി 35 എബവ് എന്തെങ്കിലും തെറ്റ് പറ്റിയ ആ രീതിയിൽ. ദെൻ അറിയുന്നതിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവിടെയാണെങ്കിലും 20 കോസ്റ്റും വലിയ കുഴപ്പമില്ല. കോസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ, ഇല്ലാണ്ട് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ റേഞ്ച് പറഞ്ഞത്. നിങ്ങളുടെ ചിന്താഗതി എന്താ? ഞാൻ പരീക്ഷ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു, എന്തുകൊണ്ടാ വന്നേ? നിങ്ങൾ കെണിയിൽ വീണു. അപ്പോ കട്ട് ഓഫ് മെജോറിറ്റി കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കട്ട് ഓഫ് എന്ന് നമുക്കറിയില്ല. ബട്ട് ഇതാണ് ഇതിന്റെ റിയാലിറ്റി. കട്ട് ഓഫ് കുറച്ച് കുറയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. പഠിച്ചു വന്ന് കറക്റ്റായിട്ട് ഈ തല അപ്ലൈ ചെയ്ത് എന്നുള്ള കുട്ടികൾക്ക് ഈ റേഞ്ച് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇത്ര മാർക്ക് വരുന്നു? അതിനുള്ള ഒരു സാധ്യതയില്ല. സാധ്യത എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അല്ലാണ്ട് മുഴുവൻ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കണ കാര്യമില്ല. അത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? ഇത്ര റൂട്ട് കാണലും വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഈ അടുത്ത കാലത്ത് കഴിയോ? നിങ്ങളിതൊക്കെ ചെയ്യാൻ നിന്നു, അതാണ് പ്രശ്നം ഉണ്ടായേ. ഈ ആദ്യത്തെ 2 മൊഡ്യൂൾ തന്നെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങും FM സ്കിപ്പ് ചെയ്താൽ തന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. 80 ചോദ്യങ്ങൾ അപ്പുറത്തുണ്ട്. മനസ്സിലാവണ്ടോ? ആണ് കട്ട് ഓഫിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള. കുറയാണെങ്കിൽ നല്ലത്. കുറയട്ടെ. സാധാരണ ഡിഫിക്കൽട്ടായിട്ട് വരുമ്പോൾ കുറെ തന്നെയാണ് ചെയ്യുക. എക്സാം കഴിഞ്ഞ്
എല്ലാ കുട്ടികളുടെ അടുത്തും സംസാരിച്ചപ്പോഴും നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യം ഫോളോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ബേസിൽ എനിക്ക് ഇത്ര വരുന്നുണ്ട് ആൻസർ ക്യൂ ഒക്കെ നോക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഇത്ര തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അല്ല, മെജോറിറ്റി കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണ്. കമന്റ് ബോക്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഈ കെണിയിൽ വീണിരിക്കുകയാണ്. ഡോണ്ട് വറി, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. എഴുതിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നിരാശ, പ്രിപ്പയർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ടിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, MCOM ബേസ് ചെയ്തിട്ടുള്ള 2 എക്സാംസ് വരുന്നുണ്ട്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ്, MCOM വിത്ത് നെറ്റ്. നമ്മളതിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആണ്, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മറുപടിയുമായി എന്താണെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് കമൻറ്റ് ചെയ്യാം കേട്ടോ. മറുപടിയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.